ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിൽ ക്വിസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. നാം വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. പുതുവയിൽ നാരായണ പണിക്കർ എന്നാണ് പൂർണ്ണ നാമം. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ജനിച്ചു. 1995 ജൂൺ 19 അന്തരിക്കുകയും ചെയ്തു. അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. എന്നു മുതലാണ് ജൂൺ 19 വായന ദിനമായി ആചരിച്ചു തുടങ്ങിയത്? കേരളത്തിൽ 1996 ജൂൺ 19 മുതൽ വായന ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 ഇന്ത്യയിൽ ജൂൺ 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു ആചരിച്ചു വരുന്നു. PN പണിക്കർ ആദ്യമായി സ്ഥാപിച്ച വായനശാല ഏത്? സനാതനധർമ്മം വായനശാല. 1926 സ്വന്തം നാട്ടിലാണ് ഇത് സ്ഥാപിച്ചത്. PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായന വാരം ആചരിക്കുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. ദേശീയ വായന വാരം ജൂൺ 19 മുതൽ 26 വരെ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലാണ്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻട്രിക് വാൻ റീഡ് ആണ് ഇത് തയ്യാറാക്കിയത്. കേരളത്തിലെ സസ്യസമ്പത്തിനെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? G. ശങ്കരക്കുറുപ്പ്. ഈ കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ സസ്യസമ്പത്തിനെ പറ്റി പ്രസിദ്ധീകരിച്ച ലത്തീൻ ഭാഷയിലെ ഗ്രന്ഥം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആര്? SR രംഗനാഥൻ. ആദ്യമായി അച്ചടിച്ച മലയാള ഭാഷാ പുസ്തകം? സംക്ഷേപ വേദാർത്ഥം. ബാലരാമായണം എന്ന കാവ്യം രചിച്ചതാര്? കുമാരനാശാൻ. ഇതാ നിങ്ങൾക്കായൊരു ചോദ്യം. കേരള വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷത്തെ വായനവാരം നടത്തുന്നത് ഏതു ദിവസം മുതൽ ഏതു ദിവസം വരെയാണ്?